ദുരന്തം തകർത്ത വയനാടിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായത്തിന്റെ വിളികൾ എത്തുന്നുണ്ട്. അന്നന്നത്തെ വരുമാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ പോലും ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ തന്റെ UK സന്ദർശന വേളയിൽ ദുരന്തം അറിഞ്ഞ ഉടൻ എടുത്ത തീരുമാനമാണ് OYCC UK പ്രസിഡന്റ് KK മോഹൻദാസും മാഗ്നവിഷൻ TV മാനേജിംഗ് ഡയറക്ടർ ഡീക്കൻ ജോയ്സ് ജെയിംസും മുൻകൈയെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. മാഗ്നവിഷൻ പ്രൊഡക്ഷൻ ടീം ആവശ്യ മരുന്നുകളും ഭക്ഷണവും രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ വസ്തുക്കളുമായി കൊച്ചിയിൽ നിന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്ത ആംബുലൻസിൽ മേപ്പാടിയിലെ GHCയിലെത്തി മരുന്നുകൾ DMO ഷഹീദ കെയെ ഏൽപ്പിക്കുകയും ചെയ്തു. നൂറുകണക്കിന് ആളുകളുടെ മരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെയുള്ള ആളുകളെ സഹായിക്കുന്നതിനും ഈ അപകടത്തിൽ പരിക്കേറ്റ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സഹായിക്കുന്നതിനും അവർക്ക് പരിചരണം നൽകുന്നതിനും OICCയുടെ UK ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ശ്രീ ജോയ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയാണ്. എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കുള്ള ഇവരുടെ മരുന്നും മറ്റ് സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഒരു വലിയ സഹായമാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. നിരാലംബരായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവർക്ക് എല്ലാ സഹായങ്ങളും മെഡിക്കൽ സഹായങ്ങളും നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. OICC UK ചാപ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സഹായത്തിന് എല്ലാവിധ പിന്തുണയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളും നേരുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കളക്ഷൻ സെന്ററിൽ കൈമാറുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിൻ്റെ എന്നത് മാത്രമല്ല, മറ്റ് യുവജന സംഘടനകളും എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച ഒരു അതിജീവിക്കാൻ നമുക്ക് എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് OICC UKയും മാഗ്നവിഷനും നൽകിയ ഈ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട്, അതിന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഈ സപ്പോർട്ട് വരും കാലങ്ങളിലും ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട് റീഹാബിലിറ്റേഷനിലും റീബിൽറ്റ് വയനാട് എന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രൊജക്റ്റിലേക്കും നിങ്ങളുടെ സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും പിന്തുണകൾക്കും നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ദുരന്തബാധിത പ്രദേശങ്ങളായ ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തുടർന്ന് മേപ്പാടിയിലെ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഉണ്ടായി. ചൂരൽമല സന്ദർശന വേളയിൽ ലോക്സഭാംഗവും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്നും മണ്ണിലകപ്പെട്ടവരെ ഉടൻ രക്ഷപ്പെടുത്താനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം മാഗ്നവിഷൻ TVയോട് പറഞ്ഞു. അപ്പോൾ ഞാനും ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ 3 ദിവസം മുമ്പ് എഴുത്തെഴുതി ശ്രീ അമിത്ഷാ ഹോം മിനിസ്റ്റർ ആവശ്യപ്പെട്ടത് ഇതിനെ ഒരു നാഷണൽ കലാമിറ്റി ആക്കി പ്രഖ്യാപിച്ചാൽ ഈ ഇന്ത്യയിലത്തെ എല്ലാ MP മാർക്കും 1 കോടി വരെ കൊടുക്കാൻ, അവർ MP ഫണ്ട് കൊടുക്കാൻ അവകാശമുണ്ടാകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വയനാടിൻ്റെ MPക്ക് മാത്രമേ കൊടുക്കാൻ അവകാശമുള്ളൂ. അതുമാത്രമല്ല, വയനാടിന് ഇപ്പോൾ MPയും ഇല്ല നിലവിൽ. കാര്യം നമുക്കറിയാമല്ലോ, ബൈ ഇലക്ഷൻ അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ ഇതൊരു ചെറിയൊരു ആവശ്യമാണ് ഈ പ്രഖ്യാപനം ചെയ്യാൻ. പക്ഷെ എനിക്കിതുവരെ മറുപടി കിട്ടിയിട്ടില്ലെന്ന് സത്യമാണ്. ഞാൻ കാത്തിരിക്കുന്നു. എന്തായാലും അതുവരെ ജനങ്ങളുടെ സ്വന്തം ഹൃദയത്തിന് എല്ലാ സഹായങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ 2 ട്രക്ക് തിരുവനന്തപുരത്ത് ഞങ്ങൾ സഹായങ്ങൾ കൊണ്ടുവന്നു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.